അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരുപാട് വാഹന അപകടങ്ങൾ സ്കൂൾ ബസ്സിൽ പോലും ഉണ്ടാകുന്നത് വളരെ ഖേദകരമാണ്. ഒരുപാട് ഉണ്ടാകുന്നു. അതിന് നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ബസ്സിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നോക്കാൻ ഒരാളെ നിയമിക്കണം. അത് ഇവിടെ നമ്മുടെ കർണാടക ചില ഭാഗത്ത് കാണുന്നുണ്ടോ, കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികൾ ഇറങ്ങി ബസ്സിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അവർക്കത് പെട്ടെന്ന് ഫ്ലാഷ് ആവില്ല ദൂരം പോകണമെന്ന്. അതല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയും ബസ്സിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ അവർ പാസ്സാകാൻ നോക്കും. അവരുടെ മനസ്സിലും ഒരുപാട് ഇറങ്ങാനുണ്ടാകും. അതല്ലെങ്കിൽ ബസ് പോകാൻ സമയമുണ്ടെന്ന് ഉള്ള ധാരണയോടുകൂടെ ആയിരിക്കാം. ചെറിയ കുട്ടികളായതുകൊണ്ട് അവരുടെ ഒരു മൈൻഡിൻ്റെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ്, കുട്ടികളാകുമ്പോൾ ചാടാനും ആടാനുമുള്ള പ്രായമായതുകൊണ്ട് നമ്മൾ വേണം അതിനെ കഴിവിൻ്റെ പരമാവധി അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും. സ്കൂൾ ബസ്സിൽ നിന്ന് തന്നെ ബസ്സിൽ ഒരു ആയെ നിയമിക്കേണ്ടതാണ്. നിർബന്ധമായും അത് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഒരു ബസ്സിൻ്റെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ കണ്ട് അവിടുത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഏത് രീതിയിലാണ് വരേണ്ടത്, ഏത് രീതിയിലാണ് പോകേണ്ടത് ഡ്രൈവറിന് കാണുന്നില്ല എന്നാണ്. അത് നമ്മൾ ആദ്യം നോക്കാം ഇൻഷാ അല്ലാഹ്. ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടി ഈ സൈഡിലൂടെ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഡ്രൈവർ ആ കുട്ടിയെ കാണാൻ കഴിയില്ല. അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസ്സിന്റെ മുന്നിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിനെ കാണാൻ പറ്റില്ല. ഇതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ. അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശാൽ ആര് കാണുന്നില്ല, ഡ്രൈവർ കാണുന്നില്ല. അപ്പോ ഒരു ബസ്സിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. മിനിഞ്ഞാന്നുണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. ഡ്രൈവർ കണ്ടില്ല, കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആ കുട്ടിയുടെ മേലെ കൂടെ കയറിയിട്ടാണ് ബസ്സിലെ ഡ്രൈവർ അറിയുന്നത്. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല. അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക്, ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇത്രയും ദൂരത്തിന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു മോളെ. മോളുടെ പേര് റിസ്വ. അത് വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു. റിഫയ്ക്ക് എന്റെ ഒരു സമ്മാനം. താങ്ക് യു. ബഹുമാനമുള്ളവരെ, കുട്ടികളെ, അതുപോലെ രക്ഷിതാക്കളെ, അതുപോലെ സ്കൂൾ നേതാക്കളെ, സ്കൂൾ നടത്തുന്നവരെ, സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർമാരും എല്ലാവരും ഇത് മനസ്സിലെടുക്കേണ്ടത്, മക്കൾക്ക് നമ്മൾ ഒരു പാഠം എടുത്താൽ അവിടെ തീർന്നില്ല നമ്മുടെ ഉത്തരവാദിത്വം. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങി അവർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പറയുന്നത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കൂടാതെ അതിലൊരു ആയെ പോലും നമ്മൾ വെക്കണമെന്നാണ് നമ്മുടെ ഒരു
നമ്മുടെ ഒരു കാഴ്ചപ്പാട് അതുപോലെയാണ്. ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഈ ഒരു വേദന ഉണ്ടല്ലോ, കുട്ടികൾ ഒരുപാട് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതും അപകടം സംഭവിച്ചതും ഇതെല്ലാം കാണുമ്പോൾ അവരുടെ കാര്യം സംസാരിക്കുമ്പോൾ വളരെ വേദനയാണ്. അതുപോലെ മഴ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും ദുരിതങ്ങളും അനുഭവിച്ച ഒരുപാട് കുട്ടികളും വലിയവരും എല്ലാം ആ കുട്ടികളെ കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വേദനയാകുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ വെറും ഒരു പാഠം എടുത്തത് കൊണ്ട് തീർന്നില്ല. ഉത്തരവാദിത്വം ഏത് രീതിയിലാണ് നമ്മൾ ആ കുട്ടികളെ രക്ഷിക്കേണ്ടത്, ആ കുട്ടികൾ ഏത് രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവരെ ക്രോസ് ചെയ്യാൻ വേണ്ടി അവർക്ക് സഹകരിക്കേണ്ടത് എന്ന് പോലും നമ്മൾ അവിടെ തീരുമാനിക്കേണ്ടതുണ്ട്. അത് സ്കൂൾ മാനേജ്മെൻ്റ് ആകട്ടെ, സ്കൂൾ അധ്യാപകരാകട്ടെ, അതുപോലെ രക്ഷിതാക്കളാകട്ടെ, എല്ലാവരും ആ കുട്ടികൾ വരുന്ന സമയത്ത് അതിനെ രക്ഷിതാക്കളാണെങ്കിൽ ആ വരുന്ന സമയത്ത് അവിടെ എത്തി അവരെ കൂട്ടിക്കൊണ്ട് വരുന്ന ആ ഒരു കാര്യമെങ്കിലും ചെയ്യണം. ഇതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം, ഈ സ്കൂൾ ബസ്സുകൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു പോക്കാണ്. അവർ ആ സമയത്തിനെ കണ്ട് സമയത്തിൽ എത്തിക്കാൻ വേണ്ടി അവർ പെടുന്ന അവസ്ഥ കണ്ടാൽ ബാക്കിയുള്ളവർക്ക് നടന്നു പോകാനും അസാധ്യമായ, ബാക്കിയുള്ളവർക്കും ടൂ വീലറോ അതല്ലെങ്കിൽ വേറെ വണ്ടിയിലോ പോകാനും പോലും അവസ്ഥ അവർക്ക് അതൊന്നും അറിയുന്നതല്ല. അവരുടെ സമയം മാത്രമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടും അപകടം സംഭവിക്കുന്നു. അത് നമ്മൾ സമയത്തിനെ നോക്കി ഓടിയാൽ അത് എത്രയായാലും ഈ അപകടം സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന് സമയത്തിന് മുമ്പ് തന്നെ ഏത് സ്ഥലത്തേക്കാണ് എത്തേണ്ടത് അവിടത്തേക്ക് 10 മിനിറ്റ് മുമ്പ് തന്നെ എത്തി അവിടുന്ന് ആ സമയത്തിന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലാതെ റോഡിലെ കൂടി വല്ലാത്തൊരു സ്പീഡായി പോയി പെട്ടെന്ന് ടർൺ ചെയ്യുക. ഒരുപാട് നീളമുള്ള ബസ്സായിരിക്കും സ്കൂൾ ബസ് എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് തിരിക്കുമ്പോഴാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ റോഡ് ക്രോസ് ആകുമ്പോഴാണ് മറ്റൊരു റോഡിലേക്ക് പോകുമ്പോൾ അവിടെ ബാക്ക് സൈഡ് മറ്റേ വണ്ടിയിലേക്ക് മുട്ടുന്നതായിട്ട് ഒരുപാട് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികളും പോലീസ് അതുപോലെയുള്ള ഏതെല്ലാം ട്രാഫിക് പോലീസുകളും അവരും പോലും ഇതിന് ഉള്ളതായിരിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കണം. കൂടാതെ സ്കൂളിൽ ഒരു പാഠം തന്നെ ഇത് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആ ചെറിയ പിഞ്ചു പൈതങ്ങളാണ്, അവർക്ക് മറന്നു പോകും. അതുകൊണ്ട് ഒരു പേജ് ആണെങ്കിലും അതിനെ പാഠത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ്. എല്ലാ ബുക്കിലും ഓരോ പേജ് ആണെങ്കിലും അതിനെ പാഠത്തിൽ ഉൾപ്പെടുത്തണം. അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആണെങ്കിലും അവർക്ക് ദിവസം തോറും അതിനെ ബോധ്യപ്പെടുത്തണം, അതിനെ പറഞ്ഞു കൊടുക്കണമെന്നാണ് വിനീതമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നത്. ചെറിയ പിഞ്ചു പൈതങ്ങളായത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.